ഹലോ ഗൈസ്, എന്തൊക്കെയാണ് വിശേഷം? അപ്പോൾ എല്ലാവരും അടിച്ചു പൊളിച്ചിരിക്കുന്നു വിശ്വസിക്കുന്നു. ദാറ്റ് യു കെ മല്ലിയുടെ ഒരു പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഗൈസ്. മുടി ചെരിഞ്ഞിരിക്കുന്നു, കണ്ണാടി ചെരിഞ്ഞിരിക്കുന്നു. ഓഫ്. അപ്പോൾ ഞാൻ ഇന്ന് പറയാൻ പോണ കാര്യങ്ങൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ, എല്ലാവർക്കും അറിയായിരിക്കും സെപ്റ്റംബർ ഇൻടേക്ക് ഏകദേശം ക്ലോസായി. വിസാസ് എല്ലാം അടിച്ചു തുടങ്ങി. പാസ്പോർട്ട് വിസ അടിക്കില്ലല്ലോ അല്ലേ? വിസ എല്ലാവർക്കും കിട്ടി തുടങ്ങിയിട്ടുണ്ടാവും. ഡിസിഷൻസൊക്കെ എല്ലാവർക്കും മെയിൽ വന്നിട്ടുണ്ടാകും. അപ്പോൾ മെയിൽ വരാത്ത ആൾക്കാരൊക്കെ ആണെങ്കിൽ നിങ്ങളുടെ ഏജൻസീനെ കോൺടാക്ട് ചെയ്ത് ഈ കണ്ണാടുന്നത് ഇങ്ങനെ സൈഡിലേക്ക് ചെരിഞ്ഞു പോകും. നിങ്ങളെ ഏജൻസീനെ കോൺടാക്ട് ചെയ്ത് സംസാരിക്കുക. വിസ എന്തുകൊണ്ട് മെയിൽ വന്നിട്ടില്ല എന്നൊക്കെ ചോദിച്ചു നോക്കുക. അപ്പോൾ ഞാൻ പറയാൻ പോണ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ, ഈ സെപ്റ്റംബർ ഇൻടേക്കിന് വരുന്ന സ്റ്റുഡൻസിന് എന്തൊക്കെ കൊണ്ടുവരണം. ഞാൻ കഴിഞ്ഞ ഇൻടേക്കിന് 24 ഇൻടേക്കിലും ഞാൻ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ ഒരു ഇൻടേക്കിലും ഞാൻ വീഡിയോ ഇടുകയാണ്. എന്തൊക്കെ നിങ്ങൾ സ്റ്റുഡൻറ്റ് വിസയിൽ വരുമ്പോൾ നിങ്ങൾ എന്തൊക്കെ കൊണ്ടുവരണം, നിങ്ങൾ എന്തൊക്കെ പ്രിൻ്റ് ഔട്ട് എടുക്കണം, അങ്ങനത്തെ കാര്യങ്ങളെല്ലാം. സോ ബേസിക്കലി നിങ്ങളൊരു സ്റ്റുഡൻറ്റ് വിസയിൽ വരുന്ന ആൾക്കാർക്ക് ക്യാഷ് കിട്ടിയിട്ടുണ്ടാകും. പിന്നെ നിങ്ങൾ IHS പേയ്മെൻറ്റ്, വിസയ്ക്ക് സബ്മിറ്റ് ചെയ്ത ആൾക്കാരുണ്ടെങ്കിൽ IHSൻ്റെ പേയ്മെൻറ്റ് റിസീപ്റ്റ്, പിന്നെ പോലെ വിസയ്ക്ക് പേയ്മെൻറ്റ് അടച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ റിസീപ്റ്റ്, അതെല്ലാം നിങ്ങളുടെ കയ്യിലുണ്ടാവുമല്ലോ. അപ്പോൾ നിങ്ങൾ ഫയലിൽ സൂക്ഷിക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ, നിങ്ങൾ സ്കൂൾ സർട്ടിഫിക്കറ്റ്സ് സൂക്ഷിക്കണം, ഒരു CV നിങ്ങൾ ബിൽഡ് ചെയ്യണം. നിങ്ങൾ ആപ്ലിക്കേഷൻ പ്രോസസ്സിന് യൂസ് ചെയ്ത സാധനങ്ങൾ CV ബിൽഡ് ചെയ്യണം. പിന്നെ IHS, മറ്റേ പേയ്മെൻറ്റ് റിസീപ്റ്റും കാര്യങ്ങളെല്ലാം. പിന്നെ മെയിനായിട്ട് നിങ്ങളുടെ ക്യാഷ് എടുത്ത് വെക്കണം കേട്ടോ. ബിക്കോസ് നിങ്ങളുടെ ക്യാഷ് നോർമലി ഇവിടെ വന്നു കഴിഞ്ഞാൽ ഇമിഗ്രേഷനിൽ ഫസ്റ്റ് ടൈം വരുന്ന ഒരാളാണ് ഇമിഗ്രേഷനിൽ നിങ്ങളുടെ ക്യാഷ് ചോദിക്കാൻ ചാൻസ് ഉണ്ട്. സോ ക്യാഷ് നിങ്ങളുടെ കയ്യിൽ സെറ്റാക്കി വെച്ചേക്കണം. ഓക്കെ, ഇത്ര ഡോക്യുമെൻറ്റ്സ് നിങ്ങൾ കൊണ്ടുവന്നു. പിന്നെ പാസ്പോർട്ടിലാണ് എന്തായാലും നിങ്ങൾ വരില്ലല്ലോ. സോ പാസ്പോർട്ട് നിങ്ങൾ സെറ്റാക്കി നിങ്ങളുടെ കയ്യിൽ ഫയലിൽ ഇത്ര സാധനങ്ങൾ സൂക്ഷിച്ചാൽ മതി. പിന്നെ ഈ CV എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങളോട് വന്നു കഴിഞ്ഞാൽ എന്തായാലും പാർട്ട് ടൈം സ്റ്റെപ്പല്ലോ. സോ പാർട്ട് ടൈമിനൊക്കെ നിങ്ങൾക്ക് CV ബിൽഡ് ചെയ്യുകയാണെങ്കിൽ ബെസ്റ്റ് ആയിരിക്കും. പിന്നെ നമ്മുടെ നാട്ടിലെ പോലെ ഫോട്ടോ വെച്ചിട്ടുള്ള CV ഒന്നും ഇവിടെ അധികം അക്സെപ്റ്റ് ചെയ്യില്ല കേട്ടോ. സോ ഫോട്ടോ ഇല്ലാത്ത CV ആണ് ഇവിടെ കൂടുതൽ അക്സെപ്റ്റ് ചെയ്യുക. ബെറ്റർ നിങ്ങൾ യൂറോപാസ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സോഫ്റ്റ്വെയർ ഉണ്ട്. സോ യൂറോപാസ് വഴി നിങ്ങൾ CV എടുക്കാൻ നിങ്ങൾ നോക്കുക കേട്ടോ. അപ്പോൾ അതൊക്കെയാണ് നിങ്ങളുടെ മെയിൻ ഡോക്യുമെൻറ്റേഷന് ആവശ്യമുള്ളത്. പിന്നെ ഇവിടെ വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ വരുമ്പോൾ ബാക്കി എസെൻഷ്യൽ കിച്ചൺ എക്യുപ്മെൻറ്റ്സ് ആണെങ്കിലും എന്തൊക്കെ വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ, നിങ്ങൾ കൊണ്ടുവരേണ്ടത് കിച്ചൺ എക്യുപ്മെൻറ്റ്സ്, കുക്കർ കൊണ്ടുവരിക. ബേസിക്കലി ഒരു ചെറിയ ചോറൊക്കെ ഉണ്ടാക്കാൻ പറ്റിയ കുക്കർ കൊണ്ടുവരിക. പിന്നെ കുറച്ച് സ്പൂണ് കാര്യങ്ങൾ കൊണ്ടുവരിക. പിന്നെ കറികളൊക്കെ ഉണ്ടാക്കി വെച്ച് എടുത്ത് വെക്കാൻ വേണ്ടിയുള്ള പാത്രം. കാരണം ഇവിടെ എല്ലാവരും ഇവിടെ ഹോസ്റ്റലൊന്നുമല്ലല്ലോ അക്കോമഡേഷൻ. ബൈ ദ വേ നിങ്ങൾ അക്കോമഡേഷൻ സെറ്റ് ആക്കണം കേട്ടോ. ഇപ്പോൾ കേംബ്രിഡ്ജിലോട്ടൊക്കെ വരുന്ന ആൾക്കാരൊക്കെ ആണെങ്കിൽ നമുക്ക് അക്കോമഡേഷൻ നമുക്ക് റെഡിയാക്കി തരാൻ പറ്റും. അതുപോലെ എയർപോർട്ട് പിക്കപ്പ് അസിസ്റ്റൻസ് ഒക്കെ നമുക്ക് പ്രൊവൈഡ് ചെയ്ത് തരാൻ പറ്റും കേട്ടോ, ചീപ്പ് റേറ്റിന്. അപ്പോൾ കേംബ്രിഡ്ജിലേക്കൊക്കെ ആരെങ്കിലും വരുന്നുണ്ടെങ്കിൽ, താഴെ ആംഗിൾ സ്കീംസിലേക്ക് വരുന്നുണ്ടെങ്കിൽ, നിങ്ങൾ താഴെ എൻ്റെ നമ്പർ കൊടുത്തിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് വാട്സാപ്പിൽ കോൺടാക്ട് ചെയ്യുക. അക്കോമഡേഷൻ എന്ന് പറഞ്ഞാൽ നിങ്ങൾ കോൺടാക്ട് ചെയ്ത് മാത്രമേ എനിക്ക് റിപ്ലൈ തരാൻ പറ്റുള്ളൂ കേട്ടോ. പിന്നെ എയർപോർട്ട് പിക്കപ്പ് ഒക്കെ നമുക്ക് കുറഞ്ഞ റേറ്റ് നമുക്ക് ചെയ്ത് തരാൻ പറ്റും. സോ നിങ്ങളെ കോൺടാക്ട് ചെയ്യുക. സോ അക്കോമഡേഷൻ നിങ്ങൾ ചൂസ് ചെയ്യുന്ന റൂംമേറ്റ് അനുസരിച്ചിരിക്കും. സിംഗിൾ റൂമൊക്കെ ആണെങ്കിൽ നിങ്ങൾ എന്തായാലും കുക്കർ സാധനങ്ങൾ കൊണ്ടുവരേണ്ടി വരും. അല്ലെങ്കിൽ ഒരു ഷെയറിംഗ് റൂമിൽ രണ്ടുപേര് വരികയാണെങ്കിൽ ഒരാൾ ഇത്ര സാധനങ്ങൾ കൊണ്ടുവരിക, ഒരാൾ ഇത്ര സാധനങ്ങൾ കൊണ്ടുവരിക, 50-50 കൊണ്ടുവന്നാൽ മതി. അല്ലാണ്ട് എല്ലാവരും കുക്കറും സാധനങ്ങൾ കൊണ്ടുവന്നു കഴിഞ്ഞാൽ അത് ശരിയാവില്ല. അപ്പോൾ കുക്കർ കൊണ്ടുവരണം. പിന്നെ കുറച്ച് സ്പൂണും, പിന്നെ കറികൾ എടുത്ത് വെക്കാനുള്ള പാത്രം, പിന്നെ നമ്മൾ ചായ ഉണ്ടാക്കാനുള്ള മറ്റേ ആ സാധനം ഉണ്ടല്ലോ അത് കൊണ്ടുവരണം. പിന്നെ കറികൾ ഉണ്ടാക്കി യൂസ് ചെയ്യാൻ വേണ്ടി ചെറിയ സ്പൂണും കാര്യങ്ങളും. പിന്നെ ബേസിക്കലി പിന്നെ ചെറിയൊരു കറി ഉണ്ടാക്കാൻ വേണ്ടിയുള്ള പാത്രം, ആ സാധനം കൊണ്ടുവരണം. കത്തി കൊണ്ടുവരണം. കത്തി കൊണ്ടുവരുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ, കത്തി നിങ്ങൾ പേപ്പറിൽ പൊതിഞ്ഞിട്ട് ഫോർ കിച്ചൺ യൂസ് എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ ഒന്ന് എഴുതി വെക്കണം, ജസ്റ്റ് ഫോർ എ സേഫ്റ്റി. ബിക്കോസ് നിങ്ങളത് ഫ്ലൈറ്റിൽ നിങ്ങൾ ആയുധങ്ങൾ കൊണ്ടുവരികയാണല്ലോ. സോ നിങ്ങൾ ജസ്റ്റ് ഫോർ എ സേഫ്റ്റി ഒരു കിച്ചൺ യൂസ് എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ എന്ത് എഴുതണം, നിങ്ങൾ ആ പേപ്പറിൽ എഴുതി വെക്കണം. ഓക്കെ, പിന്നെ ഡോക്യുമെൻറ്റേഷനിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം വെച്ച് കഴിഞ്ഞാൽ, ഫിനാൻഷ്യലിൻ്റെ പ്രൂഫ് കൊണ്ടുവരണം കേട്ടോ. നിങ്ങൾ ഷോ മണിക്ക് ആണെങ്കിൽ നിങ്ങളുടെ ബാങ്ക് സ്റ്റേറ്റ്മെൻറ്റ്, അല്ലെങ്കിൽ ലോൺ ആണെങ്കിൽ ലോൺ ലെറ്റർ, അത് കൊണ്ടുവരണം കേട്ടോ. ഒന്ന് മറക്കരുത്, ലോൺ ലെറ്റർ കൊണ്ടുവരണം. ഓക്കെ, അപ്പോൾ ഇതൊക്കെയാണ് ബേസിക്കലി കൊണ്ടുവരേണ്ടത്, കിച്ചൺ എക്യുപ്മെൻറ്റ്സ്. പിന്നെ നിങ്ങളോട് വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾ ആദ്യത്തെ 2-ാം ദിവസം പോലെ കുക്ക് ചെയ്യാൻ തുടങ്ങുമൊന്നുമില്ലല്ലോ. ഒന്ന് സെറ്റിലായി വരണ്ടേ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നിങ്ങൾ കുറച്ച് റെഡി ടു ഈറ്റ് ഫുഡ് കൊണ്ടുവരിക. ഇപ്പം ഞാൻ വന്ന സമയത്തൊക്കെ ടേസ്റ്റിനബിൾസിൻ്റെ ഫുഡായിരുന്നു ഞാൻ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നത്. പക്ഷെ അന്ന് ഞാൻ വന്ന സമയത്തൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടേസ്റ്റിനബിൾസിൻ്റെ കുറച്ച് കറികളും ചിക്കൻ കറിയൊക്കെ എന്ന് പറഞ്ഞാൽ ഒറ്റ ടൈപ്പൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ കുറേ സാധനങ്ങളുണ്ട്. കപ്പ ബിരിയാണി, കപ്പ പുഴുക്ക്, ചപ്പാത്തി, ചിക്കൻ, ഇഡ്ഡലി, സാമ്പാർ. പക്ഷെ അങ്ങനൊന്നും കൊണ്ടുവരണ്ട, ചിക്കൻ കറി ഐറ്റംസൊക്കെ കൊണ്ടുവന്ന് വന്നാൽ മതി. പിന്നെ ഇപ്പോൾ ടാറ്റ എന്ന് പറഞ്ഞ കമ്പനിയുടെ ഫുഡുണ്ട്. പക്ഷെ ടാറ്റ ഞാൻ റെക്കമെൻഡ് ചെയ്യില്ല കേട്ടോ. കാരണം എൻ്റെ കുറേ ഫ്രണ്ട്സ് ടാറ്റയുടെ ഫുഡ് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. സോ ടാറ്റയുടെ ഫുഡ് കൊണ്ടുവന്നപ്പോൾ അത് കുറച്ച് സീൻ ഫുഡാണ്, പക്ഷെ അത് രസമല്ല, ഒരു ചോവയാണ് അതിനൊക്കെ.
പിന്നെ ഇപ്പോൾ അജിമിക്കാർ തുടങ്ങിയിട്ടുണ്ട് പരിപാടി. അജിമി അവർ റെഡി ടു ഈറ്റ് പരിപാടി തുടങ്ങിയിട്ടുണ്ട്. സോ അജിമിയുടെ ഫുഡും കുഴപ്പമില്ല എന്ന് എല്ലാവരും പറയുന്നുണ്ട്. ഓക്കെ, പിന്നെ ഇവിടെ വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ബ്രെഡ് വാങ്ങാൻ കിട്ടും. പിന്നെ നാട്ടിൽ നിന്ന് വരുമ്പോൾ നിങ്ങൾ ഇപ്പോൾ തൽക്കാലം ഫസ്റ്റ് വരുമ്പോൾ കുറച്ച് ചിക്കനോ ബീഫൊക്കെ ഉണ്ടാവുമല്ലോ, അതൊക്കെ നല്ല ഫോയിൽ പേപ്പറിൽ പൊതിഞ്ഞ് കൊണ്ടുവരിക. പിന്നെ അച്ചാർ കൊണ്ടുവരുമ്പോൾ സൂക്ഷിക്കണം. ശരിക്കും ഇവിടെ മീറ്റ് പിക്കിൾസ് ഒന്നും അലൗഡ് അല്ല സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. ഫ്ലൈറ്റിൽ കൊണ്ടുവരുമ്പോൾ മീറ്റ് കൊണ്ടുവന്ന് വന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ ചിലപ്പോൾ പണി കിട്ടാൻ ചാൻസ് ഉണ്ട്. പക്ഷേ എല്ലാവരും കൊണ്ടുവരാറുണ്ട്. ഇപ്പോൾ ഞാൻ വരുമ്പോൾ കൊണ്ടുവരാറുണ്ട്. സംഭവം ഇല്ലീഗലാണെങ്കിലും ഞാൻ കൊണ്ടുവരാറൊക്കെ ഉണ്ട്. പക്ഷേ ഞാൻ പണ്ട് കേട്ടിട്ടുണ്ട് ഈ പിക്കിൾസ് ഒക്കെ കൊണ്ടുവന്ന് മീറ്റ് ഐറ്റംസ് കൊണ്ടുവന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഫൈൻ കിട്ടുന്നു, 2000 pound ഫൈൻ കിട്ടുന്നു, അങ്ങനത്തൊക്കെ കേട്ടിട്ടുണ്ട്. പക്ഷേ ഞാൻ കൊണ്ടുവരാറുണ്ട്, അത് കൊണ്ടൊന്നും പ്രശ്നമൊന്നുമില്ല. പിന്നെ ബ്രെഡ് സാധനമൊക്കെ ഇവിടുന്ന് വാങ്ങാൻ കിട്ടും. പിന്നെ നിങ്ങൾ ക്യാഷ് കൊണ്ടുവരുമ്പോൾ നിങ്ങൾ ഈ ട്രാവൽ കാർഡ് ഉണ്ടല്ലോ, ഈ ട്രാവൽ കാർഡിൽ അധികം പൈസ ലോഡ് ചെയ്യണ്ട. ഞാൻ പറയുമ്പോൾ നിങ്ങൾക്ക് ഇപ്പോൾ ട്രാവൽ കാർഡ് യൂസ് ചെയ്യണമെങ്കിൽ തോമസ് കുക്കിൻ്റെ ട്രാവൽ കാർഡ്, യൂണിമണിയുടെ ട്രാവൽ കാർഡ്, ഇപ്പോൾ അല്ലെങ്കിൽ സ്വന്തം ലോൺ എടുത്ത് വരികയാണെങ്കിൽ അതിൻ്റെ ട്രാവൽ കാർഡൊക്കെ ഉണ്ടാവും. പക്ഷേ അധികം പൈസ ട്രാവൽ കാർഡിൽ എക്സ്റ്റേണൽ എടുക്കുകയാണെങ്കിൽ ലോഡ് ചെയ്യണ്ട. നിങ്ങൾ ക്യാഷ് ലിക്വിഡ് കൊണ്ടുവരിക. ഓക്കെ, ഇല്ലീഗലല്ല, ലീഗലായിട്ടുള്ള ക്യാഷ് നിങ്ങൾക്ക് എക്സ്ചേഞ്ച് പോയി ചെന്ന് കഴിഞ്ഞാൽ. പിന്നെ എയർപോർട്ടിൽ നിന്ന് ഒരിക്കലും എക്സ്ചേഞ്ച് ചെയ്യരുത് കേട്ടോ ഗൈസ്, ഒരിക്കലും എയർപോർട്ടിൽ എക്സ്ചേഞ്ച് ചെയ്യരുത്. ഇവിടെ ലണ്ടനിൽ ഹീത്രോ എയർപോർട്ട് വന്നു കഴിഞ്ഞാൽ എക്സ്ചേഞ്ച് ചെയ്യുമ്പോൾ നമുക്ക് റേറ്റ് നല്ല അത്യാവശ്യം നമുക്ക് ലാഭത്തിന് കിട്ടുന്നുണ്ട്. പക്ഷെ ഒരിക്കലും നമ്മൾ പുറത്തുനിന്ന് നമ്മൾ എയർപോർട്ടിൽ എത്തിക്കഴിഞ്ഞാൽ അവിടുത്തെ മണി എക്സ്ചേഞ്ച് നമ്മൾ എക്സ്ചേഞ്ച് ചെയ്യരുത്. വരുമ്പോൾ നിങ്ങൾ ഒന്നില്ലെങ്കിൽ യൂണിമണി, കാനറ ബാങ്ക് ഇവിടെയൊക്കെ ചെന്നിട്ട് ഫോറക്സ് നിങ്ങൾ എക്സ്ചേഞ്ച് ചെയ്യാം. ഓക്കെ, ക്യാമറ അങ്ങനെ നിൽക്കുന്നത്. ഓക്കെ, നിങ്ങളങ്ങനെ എക്സ്ചേഞ്ച് ചെയ്ത് കൊണ്ടുവരിക. കയ്യിൽ ക്യാഷ് കൊണ്ടുവന്നാൽ മതി. കാരണം ഇവിടെ വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് കിട്ടും, നിങ്ങൾക്ക് ഇവിടെ 2 ദിവസം കൊണ്ട് നിങ്ങൾക്ക് ബാങ്ക് അക്കൗണ്ട് ഒക്കെ സ്റ്റാർട്ട് ചെയ്യാൻ പറ്റും. ഓക്കെ, സോ നമുക്ക് പോസ്റ്റ് ഓഫീസിൽ ചെന്നിട്ട് ഇവിടെ ക്യാഷ് അക്കൗണ്ട് ഡെപ്പോസിറ്റ് ചെയ്യുക പോസ്റ്റ് ഓഫീസിൽ ചെന്നിട്ടാണ്. ബാങ്ക് ഡെപ്പോസിറ്റ് ചെയ്യാനും പറ്റും, പക്ഷേ പോസ്റ്റ് ഓഫീസിലൊക്കെ ഡെപ്പോസിറ്റ് ചെയ്യാൻ പറ്റും. സോ നിങ്ങൾ ക്യാഷ് കൊണ്ടുവരികയാണെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ വന്നു കഴിഞ്ഞാൽ ഡെപ്പോസിറ്റ് ചെയ്യാം. ഡെപ്പോസിറ്റ് ചെയ്തിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, കാർഡ് യൂസ് ചെയ്യാം. 2 ദിവസം 3 ദിവസം കൊണ്ടൊക്കെ മാക്സിമം നിങ്ങൾക്ക് കാർഡ് കിട്ടും കേട്ടോ. അതുകൊണ്ട് ഇവിടെ എല്ലായിടത്തും കോൺടാക്ട്ലെസ് പേയ്മെൻറ്റ്, ഇവിടെ ആരും ക്യാഷ് സ്പെൻഡ് ചെയ്യില്ല. അപ്പോൾ നിങ്ങൾ ക്യാഷ് ഈ ട്രാവൽ കാർഡിലിട്ട് ലോഡ് ചെയ്ത് കൊണ്ടുവന്നു കഴിഞ്ഞാൽ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ വന്ന് അത് ഡെബിറ്റ് നമ്മൾ ഇത് ചെയ്യല്ലോ, എന്ത് വിഡ്രോ ചെയ്യുകയാണെങ്കിൽ ക്യാഷ് നമ്മൾ അക്കൗണ്ടിൽ നിന്ന് വിഡ്രോ ചെയ്യുകയാണെങ്കിൽ നമുക്കത് കുറച്ച് ഇഷ്യൂ വരും. അതുകൊണ്ട് നിങ്ങൾ അപ്പോൾ കുറച്ച് ക്യാഷ് കയ്യിൽ കൊണ്ടുവരിക, ഇവിടെ വന്നിട്ട് അക്കൗണ്ട് ഡെപ്പോസിറ്റ് ചെയ്യുക. ഓക്കെ, അപ്പോൾ ഇതൊക്കെയാണ് മേജർ എസെൻഷ്യൽ തിങ്സ്. പിന്നെ കൊണ്ടുവരേണ്ട കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ പാർട്ട് ടൈം ചെയ്യുമല്ലോ. അപ്പോൾ ഇവിടെ നോർമൽ സ്റ്റുഡൻസ് ചെയ്യുന്ന പാർട്ട് ടൈം ഇപ്പോൾ കെയർ ഹോംസ്, പിന്നെ കെയർ ഏജൻസി, പിന്നെ അതുപോലെ തന്നെ റെസ്റ്റോറൻറ്റിൽ കിച്ചൺ പരിപാടിയൊക്കെ ആയിരിക്കും. അപ്പോൾ ഇവിടെ എല്ലാവരും യൂസ് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ജോലിക്ക് യൂസ് ചെയ്യുന്ന ബ്ലാക്ക് ടീഷർട്ട്സ് ആണ്. ഓക്കെ, സോ നിങ്ങൾ വരുമ്പോൾ കുറച്ച് കപ്പിൾസ് ഓഫ് ബ്ലാക്ക് ടീഷർട്ട് കൊണ്ടുവരണം. പിന്നെ അതുപോലെ തന്നെ ഷൂ ബ്ലാക്ക് ഇട്ട് പോകണം നമ്മൾ വർക്കിന് പോകുമ്പോൾ. അപ്പോൾ ഇവിടെ ഞാൻ വന്ന സമയത്ത് ഞാൻ നാട്ടിൽ ഡെക്കാത്തലോണിൽ നിന്ന് വാങ്ങിയായിരുന്നു ഷൂ. അതിന് ഏകദേശം അന്ന് ഞാൻ വാങ്ങിയപ്പോൾ 1500-2000 രൂപ സംതിങ് ഉണ്ടായിരുന്നുള്ളൂ. ആ ഷൂ അടിപൊളിയായിരുന്നു. ഏകദേശം ഞാൻ 1.5 കൊല്ലത്തോളം ഞാൻ ആ സാധനം യൂസ് ചെയ്തിരുന്നു. എന്നിട്ട് ഞാൻ ഇവിടെ വന്ന് ഞാൻ ആ ഷൂ പൊട്ടിപ്പോയപ്പോൾ ഞാനത് ഇവിടുത്തെ ഡെക്കലത്തോണ് പോയി നോക്കിയപ്പോൾ അതിന് ഏകദേശം ഡബിൾ റേറ്റ് ചെയ്ത് ഏകദേശം 6000 രൂപ കണ്ടു. അതുകൊണ്ട് ഞാൻ പിന്നെ വാങ്ങിയില്ല. എന്നിട്ട് ഇപ്പോൾ ഞാൻ നാട്ടിൽ പോയപ്പോൾ ഞാൻ എന്ത് ചെയ്തു, ഞാൻ അവിടെ നിന്ന് വന്നപ്പോൾ ഷൂ പിന്നെയും വാങ്ങിക്കൊണ്ടുവന്നു ഗൈസ്. അപ്പോൾ നിങ്ങൾ വരുമ്പോൾ ബ്ലാക്ക് ഷൂ കൊണ്ടുവരിക. നിങ്ങൾ പൈസ സേവ് ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ പറയുന്നത്. സോ കപ്പിൾ ഓഫ് ബ്ലാക്ക് ടീഷർട്ട്സും അതുപോലെ ഒരു ബ്ലാക്ക് ഷൂ ഒരു പെയർ കൊണ്ടുവരിക. പിന്നെ നിങ്ങൾ ഇവിടുന്ന് യൂസ് ചെയ്യാൻ സാധാരണ ഷൂ നിങ്ങൾ നാട്ടിൽ നിന്ന് എന്തായാലും കൊണ്ടുവരുമല്ലോ. ഓക്കെ, പിന്നെ അധികം ഡ്രസ്സ് നിങ്ങൾ കൊണ്ടുവരണ്ട, അധികം കിലോ നിറച്ചിട്ട് കൊണ്ടാണ്. ഇപ്പോൾ ഒന്നാമത് ഫ്ലൈറ്റിലൊക്കെ ലഗേജ് കുറവാണ് ഒന്നാമത്തെ കാര്യം. അപ്പോൾ നിങ്ങൾ അധികം ഷർട്ടും സാധനങ്ങളൊന്നും നിങ്ങൾ കൊണ്ടുവരണ്ട. നിങ്ങൾ എന്താ ചെയ്യേണ്ടത് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ കുറച്ച് ഡ്രസ്സുകൾ കൊണ്ടുവരിക. പിന്നെ ഈ ബെഡ്ഷീറ്റും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ, ബെഡ്ഷീറ്റ് പുതപ്പ് കാര്യങ്ങളൊക്കെ നിങ്ങൾ സെപ്റ്റംബറിൽ വരുമ്പോൾ എല്ലാവരും തണുപ്പ് വിൻ്ററിലേക്കാണ് നിങ്ങൾ കിടക്കാൻ പോകുന്നത്. അപ്പോൾ നിങ്ങൾ ബെഡ്ഷീറ്റ് കൊണ്ടുവന്നോ, ബെഡ്ഷീറ്റും പില്ലോ കേസും കവറും കൊണ്ടുവന്ന് വന്നോ. പക്ഷേ പുതപ്പും കാര്യങ്ങളൊന്നും കൊണ്ടുവരണ്ട. പുതപ്പ് നമ്മളിവിടെ നോർമലി യൂസ് ചെയ്യുന്ന ഡുവേ ആണ് നമ്മൾ നോർമലി യൂസ് ചെയ്യുക. ഡുവേ എന്ന് പറയുമ്പോൾ ഹോട്ടലൊക്കെ ചെന്ന് നമ്മൾ കിടക്കുമ്പോൾ ഒരു കണ്ടില്ലേ അവിടുത്തെ പുതപ്പുണ്ടല്ലോ, അതാണ് ഡുവേ. സോ ഡുവേസ് നമ്മൾ യൂസ് ചെയ്യാറ്. അപ്പോൾ ഡുവേ നമുക്കൊന്നും കുറഞ്ഞ റേറ്റിന് കിട്ടും വാങ്ങാൻ. അപ്പോൾ ഞാനൊക്കെ ഇവിടെ വന്ന സമയത്ത് നമ്മൾ അതൊന്നും കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നില്ല. ഞാൻ ഇവിടെ പോയി വാങ്ങിയത് ഡുവേക്ക് നമ്മൾ വാങ്ങുകയും ചെയ്തത്. അപ്പോൾ അതിന് കുറഞ്ഞ റേറ്റ് നമുക്ക് 10 pound സംതിങ് നമുക്ക് റേറ്റ് വരുന്നുള്ളൂ. നല്ല കട്ടിയുള്ള സാധനത്തിനൊക്കെ നമുക്ക് അതൊക്കെ ഇവിടുന്ന് വാങ്ങാൻ പറ്റും. അതൊക്കെ ഇവിടുത്തെ ക്ലൈമറ്റ് കൺട്രോൾ ചെയ്യാൻ പറ്റും. നമ്മുടെ നാട്ടിൽ നിന്ന് കൊണ്ടുവരുന്ന പുതപ്പൊന്നും നമുക്ക് ഇവിടുന്ന് കൺട്രോൾ ചെയ്യാൻ പറ്റില്ല. തണുപ്പ് അത്രയും തണുപ്പാണ്. ഞാൻ വന്ന സമയം ഞാൻ ഈ ഡുവേ ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാലും എനിക്ക് വന്ന ഫസ്റ്റ് ഇയർ ഒക്കെ ഉണ്ടല്ലോ, ഞാൻ അതിന് മേലെ കൂടെ പിന്നെയും ഒരു ബെഡ്ഷീറ്റ് ഇട്ടിട്ട് ഞാൻ കിടന്നു. അത്രയും തണുപ്പായിരിക്കും ഗൈസ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. ഇപ്പോൾ ഭയങ്കര ചൂടാട്ടോ, ഇപ്പോൾ ഭയങ്കര വെയിലാണ്. ഞാൻ ഇപ്പോൾ കാറിൽ AC ഇട്ടിട്ടിരിക്കുക. ഇപ്പോൾ ഞാൻ എൻ്റെ റൂമിൽ ഞാൻ ഫാനും കൂളറൊക്കെ വാങ്ങി വെച്ചിട്ടുണ്ട്. ചൂടായതുകൊണ്ട് അത്രയും ചൂടെന്ന് പറഞ്ഞാൽ അത്രയും ചൂടാണ്, സഹിക്കാൻ പറ്റില്ല. ഓക്കെ, അപ്പോൾ ഇത്രയും സാധനങ്ങളൊക്കെയാണ് കൊണ്ടുവരുന്നത്. പിന്നെ ഇപ്പോൾ എന്തെങ്കിലും മിസ് ചെയ്ത്
അപ്പോൾ അതിൻ്റെ ഡോക്യുമെൻറ്റ്സിൻ്റെ കാര്യങ്ങൾ പറഞ്ഞു. പിന്നെ ഫുഡ് നിങ്ങൾ വരുമ്പോൾ കുറച്ച് ഐറ്റംസ് കൊണ്ടുവരിക, റെഡി ടു ഈറ്റ് ഐറ്റംസ് കൊണ്ടുവരിക. ബിക്കോസ് ആദ്യത്തെ സമയങ്ങളിൽ നിങ്ങൾ ജോലി അന്വേഷിക്കുന്ന കാര്യങ്ങളിലും അങ്ങനത്തെ കുറച്ച് ഇതിലൊക്കെ ആയിരിക്കും. അതുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യുക, ഫുഡ് റെഡി ടു ഈറ്റ് കുറച്ച് ഐറ്റംസ് കൊണ്ടുവരിക. പിന്നെ ഡ്രസ്സ് പാകത്തിന് മാത്രം കുറച്ച് കൊണ്ടുവന്ന് തന്നാൽ മതി. കാരണം ഇവിടെ വന്ന് ഇവിടുത്തെ തെണ്ടലും കാര്യങ്ങളൊക്കെ ആകുമ്പോഴത്തേക്കും തടി കാര്യങ്ങളെല്ലാം കുറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഡ്രസ്സും ഒക്കെ നമുക്ക് ഓവർ സൈസ്ഡായി വരും. അതുകൊണ്ട് കുറച്ച് നമുക്ക് ഡ്രസ്സൊക്കെ കൂടെ ചീപ്പായിട്ട് വാങ്ങാൻ കിട്ടും. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ പ്രൈമാർക്കൊക്കെ ഉണ്ട്. അപ്പോൾ ഡ്രസ്സൊക്കെ നമുക്ക് ഇവിടെ ചീപ്പായിട്ട് വാങ്ങാൻ കിട്ടും. പിന്നെ ഡൂയുടെ കാര്യം പറഞ്ഞു, ഫുഡിൻ്റെ കാര്യം പറഞ്ഞു, ഡോക്യുമെൻറ്റ്സ് പറഞ്ഞു, ക്യാഷിൻ്റെ കാര്യം പറഞ്ഞു. അത്ര തന്നെയേ ഉള്ളൂ. പിന്നെ ചില ആൾക്കാർ ചോദിക്കുന്നൊരു ചോദ്യമാണ് ഇന്റർനാഷണൽ ഡ്രൈവിംഗ് ലൈസൻസ് എടുക്കണം വരുമ്പോൾ എന്നുള്ളത്. സത്യം പറഞ്ഞാൽ ടു ബി ഫ്രാങ്ക് ഗൈസ്, നിങ്ങൾ ഇന്റർനാഷണൽ നമുക്ക് ഇവിടെ UK വന്ന് ലാൻഡ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ കറക്റ്റ് 1 കൊല്ലം മാത്രമേ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ലൈസൻസ് ഇന്ത്യൻ ലൈസൻസ് വണ്ടി ഓടിക്കാൻ പറ്റുള്ളൂ. പക്ഷെ അതിന് നമുക്ക് എന്ത് വേണ്ട, നമുക്ക് ഇന്റർനാഷണൽ ഡ്രൈവിംഗ് പെർമിറ്റ് നമ്മൾ RTOs എടുക്കേണ്ട ആവശ്യമില്ല. നമ്മളെ കയ്യിലുള്ള നമ്മൾ നോർമൽ കാർഡ് ഉണ്ടല്ലോ, നമ്മളെ ഇന്ത്യൻ യൂണിയൻ കേരള സ്റ്റേറ്റ് ഡ്രൈവിംഗ് ലൈസൻസ് ഉള്ള കാർഡ് ഉണ്ടല്ലോ, ആ കാർഡ് മതി നമുക്ക് കറക്റ്റ് 1 ഇയർ ഇവിടെ വണ്ടി ഓടിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ആരും ഇന്റർനാഷണൽ ഡ്രൈവിംഗ് പെർമിറ്റ് എടുത്ത് വെറുതെ പൈസ ഇടേണ്ട ആവശ്യമില്ല. എനിക്ക് തോന്നുന്നു അതിന് 5000 രൂപ അങ്ങനെ എന്തോ ആണ് സംതിങ് ആ ലൈസൻസ് എടുക്കാൻ വേണ്ടി. അപ്പോൾ അതിൻ്റെ ആവശ്യമൊന്നുമില്ല. നമുക്ക് സാധാ ഇന്ത്യൻ ലൈസൻസ് വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് ഇവിടെ വണ്ടി ഓടിക്കാൻ പറ്റും. കറക്റ്റ് 1 കൊല്ലത്തേക്ക് ഓടിക്കാൻ പറ്റുള്ളൂ. സെപ്റ്റംബർ 7 ഒരു കുട്ടി UK ലാൻഡ് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പാസ്പോർട്ടിൽ സീൽ അടിക്കുമല്ലോ, അത് സെപ്റ്റംബർ 7 ആണെങ്കിൽ അടുത്ത കൊല്ലം 2026 സെപ്റ്റംബർ 6 വരെ നിങ്ങൾക്ക് 7 വരെ ഉള്ളൂ നിങ്ങൾക്ക് ഇന്ത്യൻ ലൈസൻസ് വണ്ടി ഓടിക്കാൻ പറ്റുള്ളൂ. അതിനുശേഷം നിങ്ങൾ എന്ത് ചെയ്യണം, ഇൻഷുറൻസ് കമ്പനിയുടെ ഓട്ടോമാറ്റിക്കലി അത് ക്യാൻസൽ ചെയ്യും. നിങ്ങൾക്ക് ഒരിക്കലും നിങ്ങൾക്ക് പിന്നെയും പോയിട്ട് ഇന്റർനാഷണൽ ലൈസൻസ് പെർമിറ്റ് എടുത്തിട്ട് നിങ്ങൾക്ക് പിന്നെ അപ്ഗ്രേഡ് ചെയ്യാൻ പറ്റില്ല. പിന്നെ നിങ്ങൾ UK ഡ്രൈവിംഗ് ലൈസൻസ് തന്നെ എടുക്കേണ്ടി വരും മസ്റ്റായിട്ട്. പിന്നെ പണ്ട് ഒരു റൂൾ ഉണ്ടായിരുന്നു, ഇവിടെ വന്നു കഴിഞ്ഞാൽ 6 മാസം കഴിഞ്ഞാൽ ലൈസൻസ് എടുക്കാൻ പറ്റുള്ളൂ എന്നുള്ളത്, അതായത് UK ഡ്രൈവിംഗ് ലൈസൻസ് എടുക്കാൻ പറ്റുമെന്നുള്ളൂ. പക്ഷെ അത് പണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ നിങ്ങൾക്ക് ആർക്ക് വേണമെങ്കിലും 6 മാസത്തിന് മേലെ സ്റ്റേ ചെയ്യാനുള്ള വിസ നിങ്ങളെ കയ്യിലുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആർക്ക് വേണമെങ്കിലും എന്ത് ചെയ്യാം, നിങ്ങൾക്ക് ലൈസൻസ് എടുക്കാം. ലൈസൻസിൻ്റെ പ്രോസസ് കുറച്ച് കൂടുതലാട്ടോ. ആദ്യം പ്രൊവിഷൻ എടുക്കണം, പിന്നെ തിയറി ടെസ്റ്റ് ബുക്ക് ചെയ്യണം, തിയറി എല്ലാം കഴിഞ്ഞിട്ട് പിന്നെ അടുത്ത ടെസ്റ്റ് ഡേറ്റ് ബുക്ക് ചെയ്യണം. അങ്ങനെ കുറച്ച് ഇഷ്യൂസും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ പിന്നീട് നിങ്ങൾ വന്നു കഴിഞ്ഞാൽ ഫസ്റ്റ് ചെയ്യേണ്ട കാര്യമൊന്നും അല്ല കേട്ടോ. ഇതൊക്കെ ഞാൻ പിന്നീട് പറഞ്ഞുതരാം. ഓക്കെ. പിന്നെ വന്നിവിടെ ഇറങ്ങിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അക്കോമഡേഷൻ ആണെങ്കിൽ കേംബ്രിഡ്ജിലേക്കാണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക വെച്ച് കഴിഞ്ഞാൽ ജസ്റ്റ് എന്നെ ഒന്ന് മെസ്സേജ് അയക്കുക ഇൻസ്റ്റയിലോ, അല്ലെങ്കിൽ നമ്മുടെ ഒരു വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ട്, അതിൻ്റെ ലിങ്ക് താഴത്തോട്ട് നമ്മൾ കേംബ്രിഡ്ജ് അറൗണ്ടിലുള്ള അക്കോമഡേഷൻ ഒക്കെ നമ്മൾ അതിൽ സോർട്ട് ചെയ്യാറുണ്ട്. അല്ലെങ്കിൽ എനിക്ക് മെസ്സേജ് അയച്ചാൽ മതി. പിന്നെ എയർപോർട്ട് പിക്കപ്പിനാണെങ്കിലും ജസ്റ്റ് നമ്മളൊന്ന് കോൺടാക്ട് ചെയ്താൽ മതി കേട്ടോ. അടുത്തൊക്കെ ആണെങ്കിൽ നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റും. പിന്നെ അത്രയേ ഉള്ളൂ. വേറെ ഇപ്പോൾ പ്രത്യേകിച്ച് ഇപ്പോൾ പറയാനൊന്നുമില്ല. പിന്നെ ഷെയർ കോഡ് സെറ്റ് ചെയ്ത് നിങ്ങൾ കൊണ്ടുവരേണ്ടത്, നിങ്ങൾ അവിടെ നിന്ന് തന്നെ വരുമ്പോൾ ഷെയർ കോഡ് നിങ്ങൾ സെറ്റ് ചെയ്ത് കൊണ്ടുവരണം. ബിക്കോസ് ഇമിഗ്രേഷൻ ഷെയർ കോഡ് ചോദിക്കും, നിങ്ങളുടെ ഡീറ്റെയിൽസ് എല്ലാം ചോദിക്കും. ക്യാഷ് പ്രിൻ്റ് എടുത്ത് നിങ്ങൾ ഫയൽ ഫിസിക്കലായിട്ട് പ്രിൻ്റ് എടുത്ത് കൊണ്ടുവരണം. പിന്നെ ഇവിടെ വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ബാങ്ക് കാര്യങ്ങളൊക്കെയാണ് പിന്നെ സെറ്റ് ചെയ്യാനുള്ളത്. പിന്നെ ഇവിടെ വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ ബാങ്ക് അക്കൗണ്ട് തുടങ്ങുന്നുണ്ടെങ്കിൽ നിങ്ങൾ മോൺസോ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു അക്കൗണ്ട് ഉണ്ട്, നെറ്റ് ബാങ്കിങ്. ഞാൻ പറയുമ്പോൾ എല്ലാവരും ഇവിടെ വന്നിട്ട് കുറേ അക്കൗണ്ട് തുടങ്ങേണ്ട ഒരു ആവശ്യമില്ല കേട്ടോ. ഒരു മെയിൻ അക്കൗണ്ടും ഒരു മൊബൈൽ ഇൻ്റർനെറ്റ് ബാങ്കിങ് അക്കൗണ്ട് മാത്രം തുടങ്ങിയാൽ മതി. മെയിൻ അക്കൗണ്ട് ഇപ്പോൾ പറയുമ്പോൾ ലോയിഡ്സ് ഉണ്ട്, HSBC ഉണ്ട്, നെക്സ്റ്റ് ഉണ്ട്, പിന്നെ അങ്ങനെ കുറച്ച് ബാങ്കുകളുണ്ട്, ബാർക്ലൈസ് ഉണ്ട്. അത് നോർമൽ സാലറി അക്കൗണ്ടായിട്ട് തുടങ്ങുക. പിന്നെ നമ്മൾ ഡെയിലി സ്പെൻഡിങ്ങിന് വേണ്ടി നെറ്റ് ബാങ്കിങ്, നോർമൽ ഇൻ്റർനെറ്റ് ബാങ്കിങ് ഉണ്ട്, മോൺസോ, റെവല്യൂട്ട്, വൈസ് എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ മോൺസോയുടെ ഒരു റെഫറൽ സാധനം ഞാൻ താഴ്ത്ത് കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ നിങ്ങളോട് വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾ മോൺസോ ബെസ്റ്റ് ആട്ടോ. ബിക്കോസ് റെഫറലിന് നിങ്ങൾക്ക് വെറുതെ ഒരു 5 പൗണ്ട് നിങ്ങൾക്ക് മോൺസോക്കാർ തരുന്നുണ്ട്. എൻ്റെ റെഫറൽ താഴ്ത്ത് കൊടുത്തിട്ടുണ്ട്. കയറുകയാണെങ്കിൽ നിങ്ങൾക്ക് വെറുതെ ഒരു 5 പൗണ്ട് വെറുതെ കിട്ടും. 500 രൂപ, ഏകദേശം 500 സംതിങ് രൂപ നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് കിട്ടും. അപ്പോൾ വെറുതെ കളയേണ്ട ആവശ്യമില്ല. താഴത്തെ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. പിന്നെ എൻ്റെ ഡീറ്റെയിൽസ് താഴെ കൊടുത്തിട്ടുണ്ട്, എൻ്റെ ഫോൺ നമ്പറും വാട്സപ്പ് നമ്പറും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അക്കോമഡേഷൻ നോക്കുകയാണെങ്കിൽ അക്കോമഡേഷൻ കൊണ്ട് മെസ്സേജ് അയക്കണം, അല്ലാണ്ട് വെറുതെ ഹായ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്കപ്പോൾ റിപ്ലൈ ചെയ്യാൻ പറ്റുന്നില്ല. പിന്നെ ഇവിടെ വന്നു കഴിഞ്ഞാൽ എൻറോൾമെന്റ് ആണ്. നിങ്ങൾ സമയം കളയാണ്ട് എത്രയും പെട്ടെന്ന് യൂണിവേഴ്സിറ്റി ചെല്ലണം. ക്യാഷ് ആയിട്ട് നിങ്ങൾക്ക് അവിടെ നിന്ന് ID കാർഡ് ഇഷ്യൂ ചെയ്ത് തരും. അതിന് മുന്നേ രജിസ്ട്രേഷൻ മൊത്തം കംപ്ലീറ്റ് ചെയ്യാൻ കേട്ടോ. ഫീസ് നിങ്ങൾ 60, ചില യൂണിവേഴ്സിറ്റി ഡിപ്പെൻസ് ആണ്. ഫീസ് നിങ്ങൾ കറക്റ്റ് എമൗണ്ട് അടച്ചിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് ഒരിക്കലും പറ്റില്ല. സോ ഫീസും കാര്യങ്ങളും നിങ്ങൾ കറക്റ്റ് എമൗണ്ട് അടച്ചിട്ട് വേണം ഇങ്ങോട്ട് വരാൻ വേണ്ടി, അല്ലെങ്കിൽ രജിസ്ട്രേഷൻ പ്രോസസ്സ് കംപ്ലീറ്റ് ആവില്ല. എന്നാൽ യൂണിവേഴ്സിറ്റി നിങ്ങൾക്ക് എന്ത് ചെയ്യും, ID കാർഡ് ഇഷ്യൂ ചെയ്യും. ID കാർഡും കാര്യങ്ങളും പിന്നെ നിങ്ങൾക്ക് ആ ടൈം ടേബിളും കാര്യങ്ങളെല്ലാം കാണാൻ പറ്റുള്ളൂ കേട്ടോ. അപ്പോൾ അത്രത്തിനുള്ള ബേസിക് കാര്യങ്ങൾ നിങ്ങൾ വരുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ വേറെ അധികം ഒന്നുമില്ല. എല്ലാം ഞാൻ കാര്യങ്ങളെല്ലാം കവർ ചെയ്തെന്ന് വിചാരിക്കുന്നു. പിന്നെ തോർത്തും കാര്യങ്ങളെല്ലാം കൊണ്ടുവരണം. ഷോർട്സ് കാര്യങ്ങൾ, കുറച്ച് ഡ്രസ്സുകൾ കൊടുത്താൽ മതി കേട്ടോ. അധികം ഒന്നും കൊണ്ടുവന്ന് നിങ്ങളുടെ അല്ലേ. കാരണം എനിക്ക് തോന്നുന്നു ഇപ്പോൾ എയർ ഇന്ത്യയിലൊക്കെ ഞാൻ കുറച്ച് ടിപ്സ് കൂടി പറഞ്ഞുതരാം. ഖത്തർ എയർവേസിൻ്റെ വെബ്സൈറ്റ് വഴി എടുക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ എനിക്ക് കറക്റ്റ് അറിയില്ല, ഖത്തർ എയർവേസിൽ എനിക്ക് തോന്നുന്നത് 25 kg ആണ്
നോർമൽ അലോവൻസ് ഉള്ളൂ. പക്ഷേ സ്റ്റുഡൻ്റ് ആയിട്ട് വരുമ്പോൾ നിങ്ങൾക്ക് എക്സ്ട്രാ 10 കിലോ നിങ്ങൾക്ക് എക്സ്ട്രാ അലോവൻസ് കിട്ടും കേട്ടോ, ഖത്തർ എയർവേസിൽ വരുന്ന ആൾക്കാരാണെങ്കിൽ. അതുപോലെ എയർ ഇന്ത്യയിൽ വരുന്ന ഒരാളാണെങ്കിൽ എനിക്ക് തോന്നുന്നു എയർ ഇന്ത്യ 25-30 ഉള്ളൂ. പക്ഷേ എന്നാലും നിങ്ങൾക്ക് സ്റ്റുഡൻ്റ് ആയിട്ട് വരികയാണെങ്കിൽ നിങ്ങൾക്ക് അത് എക്സ്ട്രാ 56 kg ടോട്ടലാക്കി കൊണ്ടുവരുന്ന ഒരു പാക്കേജ് ഫ്രീ ആയിട്ട് എയർ ഇന്ത്യ കൊടുക്കുന്നുണ്ട് സ്റ്റുഡൻറ്റ് വിസയിൽ വരുന്ന ആൾക്കാർക്ക്. പക്ഷേ എത്തിഹാദും കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ. എത്തിഹാദും കാര്യങ്ങളൊക്കെ ഞാൻ ചോദിച്ചതാണ്, എത്തിഹാദ് തരുന്നില്ല. പിന്നെ വിർജിൻ അറ്റ്ലാന്റിക്കും ബ്രിട്ടീഷ് എയർവേസും ഏകദേശം 40 കിലോ നമുക്ക് ടിക്കറ്റ് തന്നെ കൊണ്ടുവരാൻ പറ്റും. പിന്നെ ടിക്കറ്റ് നിങ്ങൾ എടുക്കുമ്പോൾ ഈ ട്രാവൽ ഏജൻസി വഴി എടുക്കാണ്ട് നിങ്ങൾക്ക് സ്കൈ സ്കാനർ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വെബ്സൈറ്റ് ഉണ്ട്. അതിൻ്റെ ലിങ്ക് ഞാൻ താഴ്ത്ത് കൊടുക്കാം. അപ്പോൾ അതിൽ നമ്മൾ ടൈമും ഡേറ്റും ലൊക്കേഷൻ ടു ലൊക്കേഷൻ നിങ്ങൾ ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് കിട്ടും, നിങ്ങളിൽ ഗോ കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കുറേ അതായത് ചീപ്പായിട്ടുള്ള വെബ്സൈറ്റുകൾ, ഇപ്പോൾ മേക്ക് മൈ ട്രിപ്പ്, ഇപ്പം നാട്ടിൽ നോക്കും മേക്ക് മൈ ട്രിപ്പ്, ഗോയിബോബോ എന്നൊക്കെ പറഞ്ഞിട്ട് ഇഷ്ടം പോലെ ട്രാവൽ റിലേറ്റഡ് ഉള്ള വെബ്സൈറ്റിൽ നിന്നുള്ള കമ്പയർഡ് റേറ്റ് നിങ്ങൾക്ക് ചീപ്പായിട്ടുള്ള കമ്പയർഡ് റേറ്റ് നിങ്ങൾക്ക് കിട്ടും കേട്ടോ. അപ്പോൾ ഞങ്ങൾക്ക് നോർമലി അതെടുത്തിട്ടാണ് പോവാറ്, സ്കൈ സ്കാനറിൽ ചീപ്പ് ഫ്ലൈറ്റ് എന്നൊക്കെ പറഞ്ഞിട്ട്. അതൊക്കെ ലിങ്ക് ഞാൻ താഴത്ത് കൊടുക്കാം. അതൊക്കെ യൂസ് ചെയ്തിട്ടാണ് ഞങ്ങൾ നോർമലി ടിക്കറ്റ് എടുക്കാറ്. ഇപ്പോൾ ഞാൻ ലാസ്റ്റ് വട്ടം നാട്ടിൽ പോയപ്പോൾ എനിക്ക് 450 പൗണ്ടിനാണ് എനിക്ക് 2 സൈഡ് എത്തിഹാദിൽ എനിക്ക് കിട്ടിയത് കേട്ടോ. അതും ഏകദേശം 40 കിലോ എനിക്ക് ലഗേജ് അലോവൻസ് ഉണ്ടായിരുന്നു അങ്ങോട്ടും ഇങ്ങോട്ടും കൂടി. അപ്പോൾ നമ്മൾ പറഞ്ഞു നിർത്തി, ഞാൻ റൂമിലോട്ട് വന്നു കേട്ടോ. അപ്പോൾ അത്ര തന്നെ ഉള്ളൂ. നിങ്ങൾക്ക് ഈ വീഡിയോ കണ്ടിട്ട് കുറച്ച് കാര്യങ്ങളൊക്കെ മനസ്സിലായെന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഗൈസ് പ്ലീസ് ടു കോൺടാക്ട് മീ. എൻ്റെ നമ്പറും ഇൻസ്റ്റാഗ്രാം ലിങ്കും കാര്യമെല്ലാം താഴ്ത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ എൻ്റെ വാല്യൂബിൾ ലിങ്ക്സുകളൊക്കെ ഞാൻ താഴ്ത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ സ്റ്റേ ട്യൂൺഡ്. ഞാൻ അടുത്തൊരു ഇൻഫോർമേറ്റീവ് വീഡിയോ ആയിട്ട് വരാം ഗൈസ്. അപ്പോൾ അപ്പോഴത്തേക്കും ബൈ ബൈ, സീ യു.